ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. പിൻ നമ്പർ നൽകാതെ അതിവേഗം പണമിടപാട് നടത്താൻ കഴിയുന്ന UPI ലൈറ്റിൻ്റെ പരിധി ഉയർത്തും. ഒരിടപാടിൽ ഇനി 1000 രൂപ വരെ അയക്കാൻ സൗകര്യമൊരുങ്ങും. UPI ലൈറ്റ് ഉപയോഗിക്കുന്നത് കൂടുതൽ എളുപ്പമാക്കുകയാണ് ലക്ഷ്യം. UPI പിന്നില്ലാതെ ചെറിയ പേയ്മെന്റുകൾ നടത്താനുള്ള സൗകര്യം നൽകുന്ന വാലറ്റാണ് UPI ലൈറ്റ്. വലിയ തുകകൾക്കും UPI ലൈറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. UPI ലൈറ്റ് വാലറ്റ് റീചാർജ് ചെയ്യുന്നതിന് ഓൺലൈൻ മോഡിലും അധിക സുരക്ഷയിൽ മാത്രമേ കഴിയുകയുള്ളൂവെന്നും RBI വ്യക്തമാക്കി. ചെറിയ പണമിടപാടുകൾ നടത്തുന്നവർക്കും ഓഫ്ലൈൻ ഡിജിറ്റൽ ഇടപാടുകളുടെ സൗകര്യം ആഗ്രഹിക്കുന്നവർക്കും RBIയുടെ ഈ നടപടി പ്രയോജനകരമാണ്. ഇതിനു പുറമെ UPI 123 പേയ്ക്കുള്ള ഇടപാട് പരിധി നേരത്തെ 5000 രൂപയായിരുന്നത് 10000 രൂപയായി ഉയർത്തി. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ ഫീച്ചർ ഫോണുകളിൽ UPI ഇടപാടുകൾ നടത്താൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു സേവനമാണ് UPI 123 പേ. UPI ആപ്പുകളിൽ ഘട്ടം ഘട്ടമായി ഈ മാറ്റം വൈകാതെ പ്രതിഫലിക്കും. UPI ലൈറ്റിന്റെ പരിധി 1000 രൂപയായി ഉയർത്തുന്നതോടെ ഭൂരിഭാഗം പേരുടെയും ദൈനംദിന ഇടപാടുകളിൽ ഏറിയ പങ്കിനും പിൻ നമ്പർ ആവശ്യമില്ലാതെയാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബജാജിന്റെ പുതുതലമുറ ചേതക് ഇലക്ട്രിക് മോഡൽ ഈ മാസം പുറത്തിറങ്ങും. പുതിയ ചേസും വലിയ ബൂട്ട് സ്പേസും ഉൾപ്പെടെ നിരവധി സവിശേഷതകളോടെയാണ് പുതിയ ചേതക് വിപണിയിലേക്കെത്തുക. ഇലക്ട്രിക് 2-വീലർ വിപണിയിൽ 2ാം സ്ഥാനത്തിനായി മത്സരിക്കുകയാണ് ബജാജ്. വലിയ അപ്ഡേറ്റോടുകൂടി പുതുതലമുറ ചേതക് അവതരിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. എതിരാളികളായ ഏഥർ, റിസ്ത, ഒല S1, TVS iQube എന്നിവയെല്ലാം വളരെ വലിയ ബൂട്ട് സ്പേസ് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. സമാനമായ നിലയിൽ വലിയ ബൂട്ട് സ്പേസോടുകൂടി ഡിസൈനിൽ വലിയ മാറ്റമില്ലാതെയാകും ചേതക് EV എത്തുക. ഫ്ലോർ ബോർഡിനടിയിൽ ബാറ്ററി പാക്ക് ഘടിപ്പിച്ച ബൂട്ട് സ്പേസ് വർദ്ധിപ്പിക്കും. ഒരു പുതിയ ബാറ്ററി പാക്ക് ഡിസൈനിലേക്കുള്ള നീക്കം കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും അതുവഴി ദൈർഘ്യമേറിയ ദൂരപരിധി വാഗ്ദാനം ചെയ്യാനും സാധിക്കും. നിലവിലെ ബജാജ് ചേതക് മോഡൽ ഒറ്റ ചാർജിൽ 123നും 137നും ഇടയിൽ കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. പുതിയ തലമുറ ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ ഡിസംബർ പകുതിയോടെ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. 96,000 രൂപ മുതൽ 1,29,000 രൂപ വരെ വില വരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്ത് ഡിജിറ്റൽ സേവനങ്ങളിൽ പിന്നിലുള്ള ഗ്രാമങ്ങളുടെ നവീകരണം ലക്ഷ്യമിട്ട BSNL. ഇതിന്റെ ഭാഗമായി ഗ്രാമപ്രദേശങ്ങളിലുള്ള 2G, 3G ടവറുകൾ 4G ആക്കാനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ നേതൃത്വത്തിൽ BSNL 4G വ്യാപനം രാജ്യമെമ്പാടും നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി കേരളത്തിലും ഇതിനകം നിരവധി 4G ടവറുകൾ BSNL പുതിയതായി ആരംഭിച്ചു. 4G വ്യാപനത്തോടൊപ്പം ഡിജിറ്റൽ സേവനങ്ങളിൽ പിന്നിലുള്ള ഗ്രാമങ്ങളുടെ നവീകരണമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ പിന്നാക്കാവസ്ഥയിലുള്ള നിരവധി ഗ്രാമങ്ങളിൽ ഇതിനകം BSNL 4G എത്തിച്ചു. ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ ഇപ്പോൾ 4G വ്യാപനം ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. സംസ്ഥാനത്തെ 949 ഗ്രാമങ്ങളിൽ 4G സേവനങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതി. ഇവിടെ 2910 BSNL 2G, 3G ടവറുകൾ 4Gയിലേക്ക് നവീകരിക്കുമെന്ന് BSNL അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച 4G ടെക്നോളജി ഉപയോഗിച്ചാണ് BSNL 4G വ്യാപനം നടത്തിവരുന്നത്. ഇതുകൂടാതെ ഭാരത് നെറ്റ് പദ്ധതിയിലൂടെ രാജ്യത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉറപ്പാക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. രാജ്യത്തുടനീളം 4G വ്യാപനം നടത്തുകയും ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് 5G അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ വരിക്കാരെ ആകർഷിക്കാൻ കഴിയുമെന്നും വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും BSNL കണക്കുകൂട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വിഗ്ഗിയുടെ ക്വിക്ക് കൊമേഴ്സ് വിഭാഗമായ ഇൻസ്റ്റാമാർട്ട് സേവന നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നു. സ്വിഗ്ഗി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ രാഹുൽ ബോത്രയാണ് ഇക്കാര്യം അറിയിച്ചത്. ഓൺലൈനായി അവശ്യ സാധനങ്ങൾ അതിവേഗം വീട്ടിലെത്തിക്കുന്ന സ്വിഗ്ഗിയുടെ ക്വിക്ക് കൊമേഴ്സ് വിഭാഗമാണ് ഇൻസ്റ്റാമാർട്ട്. ഭക്ഷണ വിതരണത്തിനായുള്ള പ്ലാറ്റ്ഫോം ഫീസ് അടുത്തിടെ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇൻസ്റ്റാമാർട്ടിലെ നിരക്ക് വർധന. ഇൻസ്റ്റാമാർട്ടിന്റെ നിരക്കുകൾ നിലവിലെ 15% നിന്ന് ഭാവിയിൽ 20 മുതൽ 22% വർദ്ധിപ്പിക്കുമെന്ന് സ്വിഗ്ഗിയുടെ CFO പറഞ്ഞു. ഇതോടൊപ്പം പ്ലാറ്റ്ഫോമിലെ പരസ്യങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട്. ഇത് കമ്പനിയുടെ മാർജിൻ വർദ്ധിപ്പിക്കുന്നതിന് സഹായമാകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ പുതിയ നിരക്കുകൾ എപ്പോൾ മുതൽ ഈടാക്കുമെന്ന് രാഹുൽ ബോത്ര വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുവർഷത്തെ വരവേൽക്കാൻ വമ്പൻ ഡിസ്കൗണ്ടുമായി OnePlus കമ്മ്യൂണിറ്റി സെയിൽ. ഡിസംബർ 6 മുതൽ 17 വരെ നടക്കുന്ന ഓഫർ സെയിലിൽ പ്രീമിയം സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ വൻ വിലക്കുറവിൽ ലഭിക്കും.
കമ്മ്യൂണിറ്റി സെയിലിൽ പ്രീമിയം സ്മാർട്ട് ഫോണുകൾക്ക് പുറമെ നോട്ട് സീരീസ് ഫോണുകൾ, ഫോർഡബിൾ ഫോണുകൾ, ടാബ്ലറ്റുകൾ, ഇയർബഡ്സുകൾ തുടങ്ങി നിരവധി പ്രൊഡക്റ്റുകൾക്ക് വൻ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഈ ഓഫർ സെയിൽ ഉപയോഗപ്പെടുത്തുന്നവർക്ക് 12 മാസം വരെ നോ കോസ്റ്റ് EMI സൗകര്യവും കമ്പനി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ICICI ബാങ്ക്, വൺ കാർഡ്, RBL ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും കമ്പനി ലഭ്യമാക്കിയിരുന്നു. വൺപ്ലസിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക വെബ്സൈറ്റിന് പുറമെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര തുടങ്ങിയ നിരവധി പ്ലാറ്റ്ഫോമുകളിലും റിലയൻസ് ഡിജിറ്റൽ, വൺപ്ലസ് എക്സ്പീരിയൻസ് സ്റ്റോറുകൾ, ക്രോമ, വിജയ് സെയിൽസ്, ബജാജ് ഇലക്ട്രോണിക്സ് എന്നിവയുൾപ്പെടെ ഓഫ്ലൈൻ റീറ്റെയിൽ പാർട്ട്ണർ സ്റ്റോറുകളിലുമാണ് വൺപ്ലസ് കമ്മ്യൂണിറ്റി സെയിൽ ഡിസ്കൗണ്ടുകൾ ലഭ്യമാകുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.